ഹലോ, ഇന്ന് നമുക്ക് തെലുങ്കിൽ റിലീസായ ഭീമ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. ഒരു ഗ്രാമത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അത് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ആ ശിവക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരിച്ചുപോയ ആത്മാക്കളാണെങ്കിലോ 10 ദിവസത്തേക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഏതെങ്കിലും ബന്ധുവിന് അവരുടെ ആത്മാവിന്റെ ആഗ്രഹം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിന് മുന്നിലെത്തി അത് പ്രാർത്ഥിച്ചാൽ ആത്മാവ് അവരുടെ ദേഹത്ത് കൂടി ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഗ്രാമത്തിലെത്തിയ പോലീസ് ഓഫീസർ ആ അമ്പലത്തിനെ സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. എന്താണ് ആ നിഗൂഢമായ സംഭവം എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ മഹേന്ദ്രഗിരി എന്നൊരു ഗ്രാമം കാണിക്കുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്, പക്ഷേ അത് അടഞ്ഞു കിടക്കുകയാണ്. അമ്പലത്തിന്റെ കവാടത്തിന് മുന്നിലായി ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവൾക്ക് ചുറ്റും കുറെ അഘോരികളുമുണ്ട്. അവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ പ്രേതത്തെ പോലെയായി മാറുകയാണ്. ഇതെല്ലാം മാറി നിന്ന് ഒരു പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അവൻ പേടിച്ചു നിൽക്കുമ്പോൾ ഒരു മുത്തശ്ശൻ അവനോട് പറയും, നീ പേടിക്കണ്ട, ഇതെല്ലാം ഇവിടെ ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞ് അമ്പലത്തിന്റെ ചരിത്രത്തെ പറ്റി പറയുകയാണ്. പണ്ട് പരശുരാമൻ ഭൂമിയിലെ അധർമ്മത്തെയൊക്കെ നീക്കം ചെയ്ത ശേഷം 28 തവണ ഭൂമിയെ വലം വെച്ച് വന്നു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന മഴു ഒരു കടലിലേക്കും വലിച്ചെറിഞ്ഞു. കടലിലെ ആ ഭാഗമാണ് കരയായി മാറിയത്. മലകളും കുന്നുകളും കാടുകളും നിറഞ്ഞ കരഭാഗം. അതിലൊരു സ്ഥലത്ത് പരശുരാമൻ തപം ചെയ്യുവാനായി തീരുമാനിച്ചു. ആ പ്രദേശത്തെ പരശുരാമ പ്രദേശം എന്നും അറിയപ്പെട്ടു. അതുകൊണ്ട് ആ അമ്പലത്തിനെ പരശുരാമൻ ആലയം എന്നും അറിയപ്പെടുന്നു. ആ അമ്പലം അടഞ്ഞുകിടക്കാൻ കാരണം എന്തെന്നാൽ 50 വർഷം മുമ്പ് അവിടെ ഒരു ആചാരമുണ്ടായിരുന്നു. മരിച്ചുപോയ ആത്മാക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം നിറവേറ്റാനുണ്ടെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ബന്ധുവിന്റെ ദേഹത്ത് കൂടി അത് നടത്താം. അങ്ങനെ ഒരിക്കൽ ഒരാളാണെങ്കിലോ തന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാനായി തീരുമാനിക്കും. അച്ഛന്റെ ആത്മാവ് ദേഹത്ത് കൂടിയതോടെയാണ് അച്ഛനെ ചതിച്ചു കൊന്നതാണെന്ന കാര്യം മനസ്സിലായത്. എന്നാൽ ആ ആത്മാവ് തന്നെ ചതിച്ചു കൊന്നവനെ കണ്ടെത്തി കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ ആത്മാവാണല്ലോ കൊന്നത്. എന്നാൽ അത് വലിയ പോലീസ് കേസായി. പോലീസുകാർ എത്തി അന്വേഷിക്കുമ്പോൾ അഘോരിമാർ ആത്മാവാണ് കൊന്നതെന്ന് പറയുമ്പോഴും പോലീസിന് അത് വിശ്വാസം വരില്ല. അങ്ങനെയാണ് അമ്പലം മൂടപ്പെട്ടതും. എന്നാലും അതിന് പുറത്തിരുന്ന് ആളുകൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാറുമുണ്ട്. അങ്ങനെ കഥ അവിടെ അവസാനിച്ച് പിന്നീട് പ്രസന്റിൽ ഭവാനിയെ കാണിക്കുന്നു. ഭവാനി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലേക്ക് വെച്ച് പേര് കേട്ട ഒരു ഗുണ്ടയാണ്. എല്ലാവർക്കും ഭവാനിയെ വല്ലാത്ത പേടിയാണ്. കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ഭവാനി നടത്തുന്നുണ്ട്. അത് തടയാനായി എത്തിയ പോലീസിനെ വരെ ഭവാനി കൊന്നുകളയുകയാണ് ചെയ്തത്. ഭവാനിക്കൊരു മകനുണ്ട്. അവനാണെങ്കിലോ ഒരു രാക്ഷസനെ പോലെയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് 2 കള്ളന്മാരെയാണ്. ഈ കള്ളന്മാരാണെങ്കിൽ എങ്ങനെയും മോഷണം നടത്തി കുറച്ച് കാശ് സമ്പാദിക്കണമെന്ന് തീരുമാനിച്ചിരിക്കവെയാണ് ഒരു ടീക്കടയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു വാർത്തയിലൂടെ ഒരുപാട് പേർ ബസ് ആക്സിഡന്റിൽ മരണപ്പെട്ട് കിടക്കുന്നു, അവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യം കള്ളൻ അറിയുന്നത്. അങ്ങനെ ആ കള്ളനാണെങ്കിലോ ഒരു സ്ത്രീയെ റെഡിയാക്കിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. സഹോദരിയുടെ ഭർത്താവാണ് മരണപ്പെട്ടത് എന്ന് കള്ളം പറഞ്ഞ് ആ ഒരു സ്ത്രീയെ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി അനാഥ ശവത്തിനെ സ്വന്തമാക്കിയതിനു ശേഷം 10 ലക്ഷം രൂപയും സർക്കാരിൽ നിന്ന് വാങ്ങി. അങ്ങനെ അവരവരുടെ പങ്കുകളൊക്കെ വീതിച്ചെടുത്ത ശേഷം ആ ശവം അവൻ കൊണ്ടുപോയി കത്തിച്ച് കളയും. അതേസമയം അവിടെ നിന്ന് അവർ വെള്ളമടിക്കുകയായിരുന്നല്ലോ. ഒരു ശബ്ദം അവർ കേൾക്കും. അയാളാണെങ്കിലോ ഞെട്ടിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഭവാനിയാണെങ്കിൽ ഒരു പോലീസിനെ കൊന്നുകളഞ്ഞല്ലോ. അയാളുടെ ഭാര്യ അമ്പലത്തിന്റെ കവാടത്തിന് മുന്നിലെത്തി ഒരുപാട് കരയും. ഈ ഭവാനിയെ നേരിടാൻ ഈ ലോകത്ത് ആരുമില്ലേ? ഭവാനിയുടെ അതിക്രമങ്ങളൊക്കെ തടയാൻ ഇനി ആരാ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിലേക്ക് പുതിയൊരു പോലീസ് ഓഫീസറായ ഭീമ ചാർജ് എടുക്കുന്നത്. ഭീമയാണെങ്കിലോ നല്ല കരുത്തനായ പോലീസ് ഓഫീസറാണ്. അതാണ് നമ്മുടെ കഥയിലെ നായകൻ. ആ നാട്ടിലെത്തിയ ഭീമ കാളപ്പുറത്തിരുന്ന് നേരെ ചെന്നത് ഭവാനിയുടെ വീട്ടിലേക്കായിരുന്നു. ഭവാനിയുടെ ആളുകളെയൊക്കെ അടിച്ചു. അതിനുശേഷം ഭവാനിയുടെ അടുത്തെത്തിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. പക്ഷെ അതേസമയം ഭവാനിയുടെ മകനായ ആ രാക്ഷസ ജന്മം അവിടെ ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് ഭവാനിയോട് പറയും, ഞാനിപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്താൽ എങ്ങനെ ശരിയാകും? ഞാനിപ്പോൾ ട്രാൻസ്ഫറായി വന്നതല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്താൽ നിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ എന്നെങ്കിലും നിന്റെ മനസ്സ് മാറി അവരാരൊക്കെയുണ്ടെന്ന് എന്നോട് പറയുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഭവാനിയെ ഒന്ന് വിരട്ടിയതിനു ശേഷം ഭീമ അവിടെ നിന്ന് പോകും. ഭീമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നല്ല സ്വീകരണമാണ് കിട്ടിയത്. അങ്ങനെ ഭീമ ഗ്രാമവാസികൾക്ക് മുന്നിൽ ഒരു കാര്യം അനൗൺസ് ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും കാര്യം മോഷണം പോയാൽ അത് ഞങ്ങളെ അറിയിക്കുക, ആ കാര്യം ഞങ്ങൾ തിരിച്ചു തരുമെന്ന് പോലീസ് പറയും. അടുത്ത ദിവസം തന്നെ ഒരാളാണെങ്കിലോ എൻ്റെ പേഴ്സ് കാണാനില്ല, മോഷണം പോയി, അതിനുള്ളിൽ 10,000 രൂപയുണ്ടായിരുന്നു എന്ന് പറയും. ഭീമ ഉടനെ തന്നെ 10,000 രൂപ അയാൾക്ക് നൽകും. ഇത് കാണുന്ന മറ്റു പോലീസുകാർക്ക് ദേഷ്യം വരികയാണ്.
എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്ക് തന്നെ ഇവിടെ പൈസ തികയുന്നില്ല, പിന്നെന്തിനാ മറ്റുള്ളവർക്ക് കാശ് കൊടുക്കുന്നത് എന്നൊക്കെ ഭീമയോട് ചോദിക്കുമ്പോൾ ഭീമ പറയും, ഒരുപാട് പെറ്റി കേസുകളൊക്കെ ഇവിടെ പെൻഡിംഗ് ആണ്. പേഴ്സ് മോഷണം പോയി, സാധനങ്ങളൊക്കെ കാണാനില്ല, അങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് അവിടെ പെൻഡിംഗ് ആണല്ലോ. ഭീമയുടെ മനസ്സിൽ എന്തെന്നാൽ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്നും കാശെടുത്ത് കൊടുക്കുമ്പോൾ പോലീസുകാർക്ക് ഉത്സാഹം വന്ന് അവരത് കണ്ടുപിടിക്കും. അങ്ങനെ പോലീസുകാരാണെങ്കിലോ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ഗ്രാമവാസികൾക്ക് തിരികെ കൊടുക്കുവാനായും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നായികയായ പ്രിയ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നത്. പ്രിയയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ ഭീമയ്ക്ക് അവളെ ഇഷ്ടമായി. പ്രിയ ആണെങ്കിലോ തന്നെ ഒരാൾ ശല്യം ചെയ്യുന്നു, അതുകൊണ്ട് പോലീസിനോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഗുണ്ടയെ റെഡിയാക്കുവാനായി വന്നതാണെന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ വന്ന് ഗുണ്ടയെ തിരക്കുന്നു എന്നുള്ള ചിന്ത ഭീമയ്ക്കുണ്ടാകുന്നു. അപ്പോൾ ഭീമയ്ക്കാണെങ്കിലോ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രിയയെ ഇഷ്ടമായല്ലോ. പ്രിയയ്ക്കാണെങ്കിൽ പോലീസിന് അത്ര വിശ്വാസമൊന്നുമില്ല. പ്രിയ പറയും, പോലീസിനേക്കാൾ വിശ്വാസം എനിക്ക് ഗുണ്ടയാണ്. ഭീമ പറയും, ഞാൻ പോലീസ് ആവുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു ഗുണ്ടയായിരുന്നു, അതുകൊണ്ട് പ്രിയയുടെ ബോഡി ഗാർഡ് ആകുവാനായും തീരുമാനിച്ച് പ്രിയയെ ശല്യം ചെയ്യുന്ന ആളിനെ കാണാനായും ഭീമ പോവുകയാണ്. പോകുന്ന വഴിയിൽ അവനാണെങ്കിലോ ആ അടഞ്ഞു കിടക്കുന്ന അമ്പലം കാണും. അവിടെ വെച്ചൊരു അഘോരി ഭീമയുടെ തലയിൽ കൈവച്ചിട്ട് ഈ അമ്പലത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നത് നിന്നിലൂടെയാണെന്ന് പറയും. ഭീമയ്ക്കാണെങ്കിലോ എന്താണ് അയാൾ പറഞ്ഞതെന്നോ അമ്പലത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിനുശേഷം പ്രിയയെ ശല്യം ചെയ്യുന്നവനെ കണ്ടുപിടിച്ച് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നന്നായി അങ്ങ് പെരുമാറും. അങ്ങനെ പ്രിയയും ഭീമയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഈ പ്രിയയാണെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ മകളാണ്. ആ ഗ്രാമത്തിലെ ഏറ്റവും ഫേമസ് ആയ നാട്ടുവൈദ്യനാണ് അയാൾ. അയാളുടെ യഥാർത്ഥ മകളല്ല പ്രിയ, അയാളുടെ ദത്തുപുത്രിയാണ് പ്രിയ. നാട്ടുവൈദ്യനാണെങ്കിലോ ഒരുപാട് മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് നാട്ടിൽ നല്ല ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് നാട്ടുകാർക്കിടയിലൊക്കെ വലിയ മതിപ്പാണ് ആ വൈദ്യന്. അങ്ങനെ വൈദ്യന് മുന്നിലേക്ക് ഭീമയെ അവൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുമ്പോഴോ നാടിനു വേണ്ടി ഭീമ നല്ലതൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കിയ വൈദ്യനാണെങ്കിലോ അവനെ ഒരുപാട് അഭിനന്ദിക്കുകയും അവനെയും പ്രിയയെയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഭീമയ്ക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഭവാനി ഒരു ടാങ്കർ ലോറി മാറ്റുകയാണ്. അതിലെന്തെന്ന് ഭീമയ്ക്ക് അറിയത്തേയില്ല. അങ്ങനെ ഭീമ ആ ലോറിയെ ഫോളോ ചെയ്ത് പോകുവാനായും തീരുമാനിച്ചു. ഒരു ഘട്ടത്തിൽ ആ ലോറി ആക്സിഡന്റ് ആയി. അതിനുള്ളിൽ കയറി നോക്കിയ ഭീമ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകും. കാര്യം എന്തെന്നാൽ ആ ലോറിയിലെ ടാങ്കർ നിറയെ കുറെ കുഞ്ഞുങ്ങളായിരുന്നു. അവരെ കടത്തുകയാണ് ഭവാനി. ആ കുട്ടികളെയെല്ലാം ഭീമ രക്ഷിച്ചു. ഭവാനിക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണമല്ലോ. അതിന് ഭീമ തടസ്സം നിന്നതിനാൽ കുറെ ആളുകളെ അവിടേക്ക് പറഞ്ഞു വിട്ടു. ഭീമയാണെങ്കിലോ കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയും അവന്മാരെ അടിച്ചു ഓടിക്കുകയും ചെയ്യും. അങ്ങനെ ഭീമ കുട്ടികളെയും കൂട്ടി രക്ഷപ്പെട്ടു വന്നത് ഒരു കടൽക്കരയിലേക്കായിരുന്നു. അവിടെ ഭവാനിയുടെ ആൾക്കാരായ കടൽ കൊള്ളക്കാരെത്തുകയാണ്. അവരാക്രമിക്കും മുമ്പ് ഭീമയാണെങ്കിലോ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞ് മറ്റൊരു വണ്ടി ഏർപ്പാടാക്കി കുട്ടികളെ രക്ഷിക്കും. എന്നാൽ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കും. ആ കടൽ കൊള്ളക്കാരാണെങ്കിലോ ഭീമയെ എന്തോ സൂചി കൊണ്ട് കുത്തുമ്പോൾ അവന്റെ ബോധം പോയി. അവനെയും കൊണ്ടവർ കടലിലേക്ക് പോയി. ഭീമയുടെ കൈയും കാലും കെട്ടി അവനെ കടലിൽ താത്തി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് രാമ എന്നൊരാളിനെയാണ്. പക്ഷെ കണ്ടാൽ ഭീമയെ പോലെ തന്നെയാണുള്ളത്. രാമയാണെങ്കിലോ ഒരു അമ്പലത്തിൽ ജീവിക്കുകയാണ്. അമ്പലത്തിലെ പൂജാരിയാണ് രാമൻ. രാമനാണെങ്കിലോ വളരെ പേടിച്ച സ്വഭാവക്കാരനാണ്. ആരോടും ഒന്നും സംസാരിക്കാൻ പോലും അവന് ധൈര്യമില്ല. അവൻ കുട്ടിക്കാലം മുതൽ പവി എന്നൊരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണ്. പക്ഷെ അത് അവളോട് പറഞ്ഞിട്ടില്ല. അവനത് പറയാനുള്ള ധൈര്യം പോലുമില്ല. അവനാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകും. കുട്ടികളോട് നല്ല സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത്. ഒരിക്കൽ പവിയാണെങ്കിലോ രാമനെ കാണാൻ എത്തിയിട്ട്, നിനക്കെന്നെ കുട്ടിക്കാലം മുതൽ ഇഷ്ടമല്ലേ, നീ എന്താ അത് എന്നോട് തുറന്നു പറയാത്തത്, നീ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഒരുപാട് ദേഷ്യപ്പെടും. എന്റെ വീട്ടിൽ മറ്റൊരു വിവാഹം ആലോചിക്കുകയാണ്, നീ മര്യാദയ്ക്ക് വന്ന് എന്നെ പെണ്ണ് ചോദിച്ചോ എന്നൊക്കെ അവൾ അവനോട് പറയും. എന്നാലും രാമനാണെങ്കിലോ വല്ലാത്ത പേടിയാണ്. രാമൻ ഇങ്ങനെ പേടിക്കുവാനും അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാതിരിക്കാനും ഒരു കാരണമുണ്ട്. ഈ രാമന് ഒരു ട്വിൻ ബ്രദറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഭീമ. ഭീമയാണെങ്കിലോ രാമന്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഭീമയാണെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പോയിരുന്ന് ചീട്ടൊക്കെ കളിച്ച് ആ പൈസയും കൊണ്ടുപോയി അവന്റെ കാര്യം നോക്കാറാണ് പതിവ്. അങ്ങനെ ഒരിക്കൽ ഭീമ ചീട്ട് കളിച്ചതിന് പോലീസ് പൊക്കിയത് രാമനെയായിരുന്നു. രാമനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് തല്ലി. അതറിഞ്ഞ് അവിടെ എത്തിയ അവരുടെ അച്ഛനാണെങ്കിലോ, ഇവനല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത്, ഇവൻ പാവമാണ്, ഇവന്റെ സഹോദരനായ ഭീമയാണ് ചീട്ടൊക്കെ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിന് തന്നെ കുറ്റബോധം തോന്നി. എന്നാൽ അതേസമയം രാമനെ പോലീസ് ഒരുപാട് തല്ലിയത് മനസ്സിലാക്കിയ ഭീമയാണെങ്കിലോ സ്റ്റേഷനിലെത്തി അവിടെ ഒരുപാട് പ്രശ്നമുണ്ടാക്കി മറ്റു പോലീസുകാരെ തോക്കെടുത്ത് വെടിവെക്കുവാനായൊക്കെ തുടങ്ങും. അത് കണ്ട രാമന്റെ അച്ഛനാണെങ്കിലോ അവനെ ഒരുപാട് വഴക്ക് പറയും. അച്ഛൻ എല്ലാവരുടെയും മുന്നിലിട്ട് അവനെ വഴക്ക് പറഞ്ഞത് അവന് സഹിക്കാനായില്ല. ഭീമയ്ക്കാണെങ്കിലോ അച്ഛനെയും രാമനെയും ജീവനാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും ഭീമയ്ക്കത് സഹിക്കാനായില്ല.
അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞത് അവന് താങ്ങാനാകാത്തതിനാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവൻ പോകാൻ കൂട്ടാക്കിയില്ല. അവിടെയുള്ളൊരു പോലീസ് ഓഫീസറാണ് പിന്നീട് അവനെ വളർത്തിയതും പോലീസിന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ ഈ നിലയിൽ എത്തിച്ചതെല്ലാം മറ്റൊരു പോലീസുകാരനാണ്. അതിനുശേഷം കടൽ കൊള്ളക്കാർ കടലിലെറിഞ്ഞ ഭീമയെ കാണിക്കുന്നു. ആ ഗ്രാമവാസികളിൽ കുറെ പേർ മീൻ പിടിക്കാനായി കടലിൽ പോയപ്പോൾ അവർക്കാണെങ്കിൽ ഭീമയെ കിട്ടും. ഭീമയ്ക്കാണെങ്കിൽ ജീവനുണ്ട്. ഗ്രാമവാസികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഭീമ ചെയ്തിട്ടുണ്ടല്ലോ, അതിനവർ അവനോട് നന്ദി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും രാമൻ പവിയെ കല്യാണം കഴിക്കാൻ പേടിക്കുന്നത് എന്നതിനുള്ള കാരണമാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ രാമനും പവിയും കൂടി അമ്പലത്തിന്റെ പരിസരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് പവിയുടെ അച്ഛൻ കണ്ടുകൊണ്ടുവന്നു. രാമനെയും പവിയെയും ഒരുപാട് തല്ലി. എന്നാൽ രാമനെ പവിയുടെ അച്ഛൻ തല്ലിയതറിഞ്ഞ ഭീമയാണെങ്കിലോ അതിന് പ്രതികരിക്കാനായും തീരുമാനിച്ചു. ഭീമ അമ്പലത്തിലെത്തി പവിയുടെ അച്ഛനെ തല്ലി. നാട്ടുകാരൊക്കെ അവരെ പിടിച്ചു മാറ്റി. അപ്പോൾ പവിയുടെ അച്ഛൻ പറയും, ആര് വിവാഹം കഴിച്ചു കൊടുത്താലും പവിക്ക് ഉറപ്പായും രാമനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു. അതറിഞ്ഞ രാമനാണെങ്കിലോ സങ്കടം സഹിക്കാനായില്ല. ഭീമയുടെ അടുത്തെത്തിയിട്ട്, പണ്ട് നീ ചെയ്ത തെറ്റിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ഇപ്പോൾ നീ കാണിച്ച തെറ്റിന് എനിക്കെൻ്റെ പവിയെ നഷ്ടമാകുന്നു. ഇനി ഒരിക്കലും നീ എൻ്റെ കൺമുന്നിൽ വരരുത്. നീ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയതിനാൽ ഭീമയ്ക്ക് മറ്റു വഴിയില്ലാതെ അവൻ അവിടെ നിന്നും പോകുവാനായി തീരുമാനിച്ചു. ഭീമയ്ക്കാണെങ്കിലോ തൻ്റെ സഹോദരനെന്ന് വെച്ചാൽ അത്ര ജീവനാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പ്രസന്റിൽ ഭീമയാണെങ്കിൽ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ വന്നത് വൈദ്യനടുത്തേക്കായിരുന്നു. വൈദ്യനോട് ആ കടൽ കൊള്ളക്കാർ അവന്റെ കഴുത്തിൽ എന്തോ മയക്കുമരുന്ന് കുത്തിവെച്ച കാര്യം പറയും. അത് കേട്ട വൈദ്യൻ, അത് മയക്കുമരുന്നല്ല, വിഷമാണ്. പക്ഷേ ഉപ്പുവെള്ളത്തിൽ അത് കലർന്നതിനാലാണ് അത് ഫലിക്കാതെ പോയതെന്ന് വൈദ്യൻ പറയും. അതേസമയം ഭീമ രക്ഷിച്ച കുട്ടികളെല്ലാം വൈദ്യന്റെ വീട്ടിലുണ്ടായിരുന്നു. അവരാണെങ്കിലോ ഭീമയെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ മറ്റൊരു വശത്ത് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നതിന് പവിയാണെങ്കിലോ സാധനങ്ങളുമൊക്കെ പറക്കി രാമനടുത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് ഒളിച്ചോടാം, ഇവിടെ നിന്നാൽ ശരിയാകില്ല, എന്നെ വേറെ കെട്ടിക്കുമെന്ന് പവി പറയും. അതെല്ലാം മാറിയിരുന്ന് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ കള്ളനുണ്ടല്ലോ, അവൻ കാണുന്നുണ്ടായിരുന്നു. ഉറപ്പായും ഒളിച്ചോടി പോകുന്ന ടീംസിന്റെ കയ്യിൽ സ്വർണം കാണും. അതുകൊണ്ട് അവരുടെ പഴയകാല സുഹൃത്താണെന്ന് പറഞ്ഞ് ചെല്ലാമെന്ന് കരുതി അവനാണെങ്കിലോ വേഷം മാറി അവരുടെ അടുത്തെത്തിയിട്ട്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടും. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഒളിച്ചോടാനായി സഹായിച്ചു. അങ്ങനെ രാമനും പവിയും ചേർന്ന് ഒരു വീട് വാടകയ്ക്കെടുക്കും. അവിടെ വെച്ച് ആ കള്ളന്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. ഫോൺ എടുത്തത് രാമനായിരുന്നു. അവരുടെ സ്വർണമൊക്കെ നീ അടിച്ചു മാറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തങ്ങളുടെ കൂടെയുള്ളത് കള്ളനാണെന്ന കാര്യം പവിക്കും രാമനും മനസ്സിലായി. ആ കള്ളൻ അവിടേക്ക് നടന്നു വരികയാണ്. അയാളുടെ കയ്യിൽ മാലയൊക്കെ ഉണ്ട്. നീ കള്ളനാണോ? ഞങ്ങളുടെ സ്വർണമൊക്കെ അടിച്ചു മാറ്റാനാണോ ഞങ്ങളുടെ കൂടെ കൂടിയത് എന്ന് ചോദിക്കുമ്പോൾ, ആയിരുന്നു, പക്ഷേ ഇപ്പോഴല്ല. എനിക്ക് ഈ യഥാർത്ഥ പ്രണയത്തെ ഒന്നിപ്പിക്കണമെന്ന് തോന്നുന്നു, അതിനാണ് ഞാൻ കൂടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രാമൻ ചോദിക്കും, അതിനും വേണ്ടി ഞങ്ങളുടെ പ്രണയം അത്ര സിൻസിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെയും പവിയുടേതുമല്ല, നിന്റെയും ഭീമയുടേതുമെന്ന് പറയും. ഭീമയെയും രാമനെയും ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ കള്ളൻ. അതിനുശേഷം കാണിക്കുന്നത് 1 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഭീമയ്ക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. കടൽ കൊള്ള നടത്തുന്നത് ലോറൻസ് എന്നൊരാളാണ്. ഈ ലോറൻസിന്റെ കൂട്ടാളി ഭവാനിയുടെ മകനാണ്. ഇവരെല്ലാം ചേർന്നാണ് കുട്ടികളെ കടത്തുന്നതെന്ന കാര്യം ഭീമയ്ക്ക് മനസ്സിലായി. അതെങ്ങനെയും കണ്ടെത്തുവാനായി ഭീമ തീരുമാനിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരിക്കൽ ഭീമ തന്റെ കാമുകിയായ പ്രിയയും കൊണ്ട് കടൽക്കരയിലെത്തിയത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാളാണെങ്കിലോ നാട്ടുവൈദ്യന് കൊടുക്കാനായിട്ട് ഒരു പച്ചിലയും കൊണ്ട് പോവുകയാണ്. എന്താണിതെന്ന് ചോദിക്കുമ്പോൾ അത് നാട്ടുവൈദ്യനെ ഏൽപ്പിക്കാനാണെന്ന് പ്രിയയോട് അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ട പ്രിയ, പകൽ സമയങ്ങളിൽ മാത്രമല്ലേ അച്ഛൻ ആരെങ്കിലും കാണൂ, രാത്രി കാലങ്ങളിൽ ആരെയും കാണില്ലല്ലോ, പിന്നെന്തിനാണ് ഇതും കൊണ്ട് അയാൾ അച്ഛനെ കാണാൻ പോകുന്നതെന്ന് പ്രിയ ചിന്തിച്ച് അയാളെ ഫോളോ ചെയ്യുവാനായി തീരുമാനിച്ചു. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഈ അമ്പലത്തിന് പുറകിലായി ഒരു സ്ഥലമുണ്ട്. അവിടെ കുറെ ഡോക്ടർമാർ ചേർന്ന് കുറച്ച് കുട്ടികളെ എന്തോ മരുന്നൊക്കെ കുത്തിവെച്ച് പരീക്ഷണം നടത്തുകയാണ്. അവൻ കൊണ്ടുപോയ ആ പച്ചില മരുന്നുകളും ഒക്കെയുണ്ട്. കുറെ കുട്ടികൾ മരണപ്പെട്ടും കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആ നാട്ടുവൈദ്യൻ കടന്നു വരുന്നു. അത് കാണുന്ന പ്രിയയ്ക്ക് സഹിക്കാനായില്ല. അയാളാണെങ്കിലോ മൃതസഞ്ജീവനി കണ്ടുപിടിക്കാനായി തീരുമാനിക്കുകയാണ്. മരിച്ചു പോയവർക്കും ആ ഒരു മരുന്ന് കുത്തിവെച്ചാൽ അയാൾക്ക് ജീവൻ കൊടുക്കാനാകും. ആ മരുന്ന് എങ്ങനെയും കണ്ടുപിടിക്കണമെന്നാണ് നാട്ടുവൈദ്യന്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളെ കൊന്നിട്ട് അവരുടെ ദേഹത്താണ് മരുന്ന് പരീക്ഷിക്കുന്നതും. അവസാനമായി ഒരു കുട്ടിയെ കൊന്നിട്ട് അവന്റെ ദേഹത്ത് മരുന്ന് പരീക്ഷിച്ചപ്പോഴും അത് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ആ കുട്ടിയുടെ ഡെഡ് ബോഡിയും അപ്പുറത്തേക്ക് മാറ്റിവെച്ചു. ഇതെല്ലാം പ്രിയ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ തന്റെ വളർത്തച്ഛനായി കരുതിയ ആളാണെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലാക്കിയ പ്രിയ അക്കാര്യം സഹിക്കാനാകാതെ ഭീമയോട് തുറന്നു പറഞ്ഞു. ഭീമയ്ക്ക് അവൾ ഫുൾ ഇൻഫർമേഷനും കൈമാറി.
അങ്ങനെ ഭീമ അമ്പലത്തിന്റെ പുറകുവശത്തെത്തിയപ്പോഴാണ് അവിടെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് കാണുന്നത്. ആ അമ്പലം ഇത്രയും വർഷമായി മൂടപ്പെട്ട് കിടക്കുന്നതിന് കാരണം വൈദ്യനാണ്. അവർ കുട്ടികളെയൊക്കെ കടത്തിവെച്ച് അവരെ കൊന്ന് അവരുടെ ശരീരത്തിൽ മരുന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല കള്ളങ്ങളും പറഞ്ഞ് അമ്പലം പൂട്ടിയത്. അതെല്ലാം ഭീമയ്ക്ക് മനസ്സിലായി. എന്നാൽ ആ നാട്ടുവൈദ്യനാണെങ്കിലോ തന്റെ വളർത്തു മകളെ കൊല്ലുമെന്ന് ഭീമയുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ഭീമ ചോദിക്കും, അവളെ കൊല്ലരുത്, ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതേ സമയം തന്നെ ഭവാനിയും അയാളുടെ മകനും കടൽ കൊള്ളക്കാരനായ ലോറൻസും ഒക്കെ അവിടെ എത്തും. തനിക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല എന്ന കാര്യം ഭീമയ്ക്ക് മനസ്സിലായി. കുട്ടികളെയും പ്രിയയും രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവരോട് വീണ്ടും ഭീമ ചോദിക്കുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ജീവൻ എനിക്ക് ബലിയായി നൽകണമെന്ന് ആ നാട്ടുവൈദ്യൻ പറഞ്ഞു. അങ്ങനെ ഭീമ അതിന് തയ്യാറായി. ഭീമയെ അവർ അടിച്ച് കൊല്ലുവാനുള്ള പരുവത്തിലാക്കി. അതേസമയം തന്നെ ഭീമ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവന്റെ കാമുകിയായ പ്രിയയും കൊന്നു. അവനത് സഹിക്കാനായില്ല. ഭീമയും മരണപ്പെട്ടു. ഉടനെ തന്നെ അവർ ആ ഡെഡ് ബോഡി എടുത്ത് ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു കാട്ടിൽ വെച്ച് ഒരു ബസ് ആക്സിഡന്റായി ഒരുപാട് പേർ മരണപ്പെട്ടതും. അതിലേക്ക് ഈ ഒരു ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു. അതാണ് സിനിമയുടെ തുടക്കത്തിൽ ആ കള്ളനാണെങ്കിൽ ഏതോ അനാഥന്റെ ബോഡി കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് കാണിച്ചല്ലോ. അന്ന് ആ ബോഡി ഇരിക്കുന്ന സമയത്ത് ആ കള്ളന്റെ മുന്നിലേക്ക് അവന്റെ ആത്മാവ് വന്നിരുന്നു, ഭീമയുടെ ആത്മാവ്. എന്നിട്ട് നടന്ന സംഭവമെല്ലാം കള്ളനോട് പറഞ്ഞു. രാമനെ പറ്റിയും പറഞ്ഞു. രാമൻ അടുത്ത് പോയി നടന്ന സംഭവമെല്ലാം തുറന്നു പറയണമെന്ന് കള്ളനോട് ഭീമയുടെ ആത്മാവ് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് കള്ളനാണെങ്കിൽ രാമൻ അടുത്തേക്ക് വന്നത്. രാമനോട് കള്ളൻ നടന്ന സംഭവം എല്ലാം തുറന്നു പറഞ്ഞു. കള്ളന്റെ മനസ്സിൽ നല്ല കുറ്റബോധവുമുണ്ട്. എന്നിട്ട് കള്ളൻ രാമനോട് പറയും, നീ ആ അമ്പലത്തിന് മുന്നിൽ ചെന്നിട്ട് ഭീമയെ നിന്റെ അടുത്തേക്ക് വിളിച്ചാൽ മതി, ഭീമയുടെ ആത്മാവ് നിന്റെ ശരീരത്തിൽ കയറി ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊള്ളുമെന്ന് പറയും. അങ്ങനെ രാമനാണെങ്കിലോ പവിയെയും കൂട്ടി ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് രാമനെ കാണുന്ന നാട്ടുവൈദ്യനും ഭവാനിയും ഭവാനിയുടെ മകനും ലോറൻസും ഒക്കെ, ഭീമ മരിച്ചില്ലേ, അവൻ വീണ്ടും തിരികെ വന്നോ എന്നൊക്കെ ചിന്തിച്ച് അവനെ ഒരുപാട് തല്ലുകൊണ്ട് അവശനായ രാമനടുത്തേക്ക് പവി വന്നിട്ട്, നിന്റെ അണ്ണൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നിനക്ക് വേണ്ടിയിട്ടാ ഒരുപാട് കാര്യങ്ങൾ ഭീമ ചെയ്തത്, ഇനിയെങ്കിലും നീ നിന്റെ അണ്ണന് വേണ്ടി ഒരു നല്ല കാര്യമെങ്കിലും ചെയ്, നിന്റെ അണ്ണനെ നിന്റെ ദേഹത്തേക്ക് ക്ഷണിക്ക് എന്ന് പറയുമ്പോൾ രാമനാണെങ്കിലോ ഭീമയെ ക്ഷണിക്കും. ഉടനെ തന്നെ അമ്പലത്തിന്റെ കവാടത്തിലൂടെ ഭീമയുടെ ആത്മാവ് രാമന്റെ ശരീരത്തിലേക്ക് കയറി. രാമനാണെങ്കിലോ എല്ലാവരെയും അടിക്കുവാനായും തുടങ്ങി. വൈദ്യന് ആ കാര്യം മനസ്സിലായി. വൈദ്യനാണെങ്കിലോ കുറച്ച് മന്ത്രശക്തികളൊക്കെ പഠിച്ചിരിക്കുന്നതിനാൽ വൈദ്യനെ തൊടുവാനായിട്ട് ഭീമയുടെ ആത്മാവിന് പറ്റിയില്ല. വൈദ്യനാണെങ്കിലോ ഒരു മാന്ത്രിക വലയം സൃഷ്ടിച്ച് അതിനുള്ളിൽ ഭീമയെ നിർത്തി. എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭീമയുടെ ആത്മാവിനെ പുറത്തേക്കാക്കിയിട്ട് രാമനെ തല്ലുവാനായി തുടങ്ങി. രാമൻ എങ്ങനെയോ ശക്തിയൊക്കെ വന്ന് വൈദ്യനെയും തല്ലി. ആ മാന്ത്രിക വലയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന രാമന്റെ ദേഹത്തേക്ക് ഭീമയുടെ ആത്മാവ് കയറുകയാണ്. അവസാനമായി തന്റെ ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. അങ്ങനെ ഭീമയാണെങ്കിലോ നാട്ടുവൈദ്യനെയും ഭവാനിയെയും ലോറൻസിനെയും ഭവാനിയുടെ മകനെയും ഒക്കെ കൊന്നു ആ കുട്ടികളെയൊക്കെ രക്ഷിച്ചു. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന അമ്പലം അങ്ങനെ തുറക്കപ്പെട്ടു. ഭീമയാണെങ്കിലോ തന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തിരികെ പോവുകയാണ്. രാമൻ ഭീമന് ചെയ്യേണ്ട മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തു. അതിനുശേഷം പവിയെയും കല്യാണം കഴിച്ച് അവളുമായി സുഖമായി ജീവിക്കുവാനായും തുടങ്ങി. തനിക്ക് ജനിച്ച ആൺകുഞ്ഞിന് രാമനാണെങ്കിൽ ഭീമ എന്ന് പേര് നൽകി. അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.